ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമോ എന്നതിൽ ഇന്ന് തീരുമാനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് തീരുമാനമെടുക്കുക. സർക്കാർ ആദ്യം നൽകാമെന്ന് പറഞ്ഞതിൽ 11 ഖണ്ഡികകൾ മുന്നറിയിപ്പില്ലാതെ തടഞ്ഞുവെച്ചിരുന്നു. അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജു, വളരെ സെൻസിറ്റീവായ, വളരെ നിർണായകമായ ഒരു വിഷയമാണ്. എത്തരത്തിലാണ് തീരുമാനമുണ്ടാവുക? അതായത് അതിൽ 295 പേജുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളവ നൽകാൻ വേണ്ടിയിട്ട് ജൂലൈ 5-ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതെന്ന്. അന്ന് വ്യക്തിഗത വിവരങ്ങളായിട്ടുള്ള ഏകദേശം ഒരു 33-ലധികം ഖണ്ഡികകൾ ഒക്കെയാണ് കമ്മീഷൻ നേരിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നൽകാമെന്ന തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ അതായത് അതിൽ ചില കാര്യങ്ങൾ, അതായത് 5 പേജ് ഏകദേശം 11 ഖണ്ഡികകൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒഴിവാക്കി എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ന്യൂസ് മലയാളം ഒക്കെ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ ഒഴിവാക്കി മാറ്റിയ മറ്റ് വിവരങ്ങൾ അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിവരാവകാശ കമ്മീഷനുമായി അപ്പീൽ ഉൾപ്പെടെ പോയിട്ടുണ്ടായിരുന്നു. അത് ആ റിപ്പോർട്ടിലെ ആ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് എന്നതിലെ തീരുമാനം അന്തിമമായിട്ട് ഇന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരാവകാശ കമ്മീഷനായിട്ടുള്ള അബ്ദുൾ ഹക്കീമിനാണ് ഈ അപ്പീല് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് മാധ്യമപ്രവർത്തകരുടെ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാനായി വീണ്ടും ഹാജരാക്കാൻ വേണ്ടി സാംസ്കാരിക വകുപ്പിനോട് ഉൾപ്പെടെ വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 97 മുതൽ ഒരു 107 പേജ് ഖണ്ഡികകളും ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ടായ 49 മുതൽ 53 വരെയുള്ള പേജുകൾ അങ്ങനെ ഒഴിവാക്കിയെന്ന പ്രചരണം വല്ലാത്ത രീതിയിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെയാണ് എന്താണ് ഈ പ്രചരണത്തിന് കാരണം എന്താണെന്നും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നും ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരൊക്കെ അത് കൃത്യമായി ബോധിപ്പിക്കുകയുണ്ടായി. അതിൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള ആ ഭാഗങ്ങൾ അത് ഇന്ന് പുറത്തുവിടുമോ ഇല്ലയോ എന്നതിന്റെ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. പ്രധാനമായിട്ടും ഈ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ കൃത്യമായിട്ട് ഈ എന്താണോ, അതായത് ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പേജുകളിൽ എന്താണോ ഉള്ളത് എന്നതാണ് ഏവരും കൂടുതലായി ചോദിച്ചറിയുന്നത്. കാരണം ചൂഷണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഖണ്ഡികകളിൽ ഉണ്ട് എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പുറത്തുവിടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം ഇന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അത് കുറച്ചുകൂടി ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും പുറത്തുവിടും എന്ന കാര്യത്തിൽ ഏകദേശം 10 മണിയോടുകൂടി തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര. ശരി, അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.